യജ്ഞവൽക്യൻ എന്ന് പറയുന്ന ഋഷി എഴുതിയതാണ് യജ്ഞവൽക്യ സ്മൃതി. ആ സ്മൃതിയിൽ നിന്ന് അടർത്തിയെടുത്തതാണ് ആചാരങ്ങൾ പലതും. ആ ആചാരങ്ങളുടെ ഭാഗമാണ് നമ്മുടെ താലി കെട്ടുന്നത്, നമ്മൾ പുടവ കൊടുക്കുന്നതൊക്കെ. അപ്പൊ നമ്മുടെ വിവാഹം ചടങ്ങ് തുടങ്ങണേ എങ്ങനെയാ? നമ്മൾ ദക്ഷിണ കൊടുത്തുകൊണ്ടാ തുടങ്ങണേ, അല്ലെ? അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കും. അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കുന്നത് എന്തിനാ? അതുവരെ 10-24 വർഷം നമ്മളെ നോക്കി, 25 വർഷമെങ്കിലും നമ്മളുടെ എല്ലാം, നമ്മുടെ കുഞ്ഞുവാവയായിരിക്കുമ്പോൾ നമ്മൾ മൂത്രമൊഴിക്കും, അപ്പിയിടും, അവര് രാത്രി ഉറക്കമില്ലാത്ത രാത്രികൾ അവർക്ക് നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞ് വലുതാവും തോറും കുസൃതികൾ കാണിക്കും. നമ്മൾ പിന്നെ പഠിക്കാൻ പുറകോട്ടേക്ക് പോവും, ചിലപ്പോൾ മുമ്പോട്ടേക്ക് വരും. നമ്മുടെ ജയങ്ങൾ, തോൽവികൾ, നമ്മളുടെ എല്ലാ ടാൻട്രംസും സഹിച്ച അച്ഛനോടും അമ്മോടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കണേന്ന് പറഞ്ഞാണ് ആ കാലി തൊട്ടി തൊഴണം. അതിനേക്കാളുപരി താങ്ക്സ് ഗീവിംഗ് ആണത്. എന്നെ ഇത്രയും വളർത്തി എനിക്കൊരു ജീവിതത്തിലേക്ക് എന്നെ കയറ്റി വിടുന്ന അച്ഛനും അമ്മയ്ക്കുള്ള താങ്ക്സ് ഗീവിംഗ് ആണത്. ഇപ്പോഴും എനിക്കതാ, ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട് തൊഴുന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടം വരും. എന്തിനാന്ന് അറിഞ്ഞൂടാ. ആ കാല് തൊട്ട് തൊഴുമ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി മെസ്സേജ് ഉണ്ട് മക്കളെ. നിങ്ങൾ അത്രയും കാലം അച്ഛനും അമ്മയ്ക്കും എന്ത് സങ്കടം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് പറയുന്ന ക്ഷമയാണ് ആ കാല് തൊട്ട് തൊഴുത് ആ ദക്ഷിണ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിന്, നമ്മുടെ കാരണവന്മാർക്ക് റെസ്പെക്റ്റോടുകൂടി നമ്മൾ അവരോട് എന്തെങ്കിലും അറിയാതെയോ അറിഞ്ഞോ ഗുരുപരമ്പരകൾക്ക്, ഗുരുക്കന്മാർക്ക് കൊടുക്കും ദക്ഷിണ. നല്ല നല്ല ഫാമിലീസിൽ കുട്ടികളെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കും കൂടെ കൊടുക്കും. ഗുരുവിനെയും കൂടെ വന്നിച്ചാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പൊ വെറുതെ ഒരു വെറ്റയും പാക്കും ഒരു ഇതും കൂടെ കൊടുക്കുന്നതല്ല, അതിന്റെ പുറകിലുള്ള ഒരു തത്വം ഇതാണ്. അതാണ് അവരാ ചെയ്യുന്നത്.